നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 10 മസ്റ്റ് വാച്ച് സിനിമകൾ. ഇന്നത്തെ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഹോളിവുഡ് സിനിമയുടെ ഒരു രീതി തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ തന്നെ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്യും. നമ്മൾ ഡെയിലി 10 മസ്റ്റ് വാച്ച് മൂവീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി സഹകരിക്കുക. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഹോളിവുഡ് തലവര മാറ്റിയിട്ടുള്ള ആ ഒരു സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. സൈക്കോ 1960 ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയാണ് ന്യൂഡിറ്റി അല്ലെങ്കിൽ ഒരു കുളിക്കുന്ന സീനൊക്കെ ആദ്യമായിട്ടൊരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ലോക സിനിമയെ തന്നെ വലിയൊരു ജമ്പിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു ലെജൻഡറി സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പുള്ളിയുടെ ഓരോ സിനിമകൾക്കും അത്രയും അത്ഭുതവും, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പത്മരാജൻ എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു ഹിച്ച്കോക്കിനെ പറ്റിയിട്ട് പൊതുവെ ആളുകൾ പറയാം. ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ പല സിനിമകളും ഗംഭീരമാണ്. നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ പല സിനിമകളും എടുത്തിട്ടുള്ള ഒരു സംവിധായകനുമാണ്. സൈക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സൈക്കോപാത്തിൻ്റെ കഥയാണ് സൈക്കോ എന്ന് പറയുന്ന ഈ സംഭവം പറയുന്നത്. നിങ്ങൾ കണ്ടുപോവുക. ഇന്ന് കാണുന്ന സമയത്ത് പോലും ആ സിനിമയ്ക്ക് ഒരു പുതുമ ഫീൽ ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, പക്ഷെ അത് വിചാരിച്ച് ആരും പിറകോട്ട് നിൽക്കേണ്ട ഒരു സിനിമയല്ല. നമ്പർ 2, ബാക്ക് ടു ദ ഫ്യൂച്ചർ. ടൈം ട്രാവൽ സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഇത്. ക്ലാസിക് ആണ്. എല്ലാത്തിൻ്റെയും തുടക്കത ഇവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം ഒരുപാട് ടൈം ട്രാവൽസും ടൈം ലൂപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെന്റ് ആണ്. ബാക്ക് ടു ദ ഫ്യൂച്ചർ 1, 2, 3 പാർട്ടുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ടൈം ട്രാവൽ സിനിമകളുടെ വലിയൊരു ആരാധകനാണ്, വലിയൊരു ഫാനാണ്. അത്തരം സിനിമകൾ മൊത്തം കാണണമെന്ന് കരുതിയിട്ട് ഞാൻ ഏകദേശം 20ഓളം സിനിമ ആ ഒരു സിനിമ ലിസ്റ്റ് മാത്രം എടുത്ത് കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രീഡെസ്റ്റിനേഷൻസും പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കാണുന്നത്. കിടിലൻ സിനിമയാണ്, ഒന്ന് കണ്ടു നോക്കുക. വളരെ ഒരു ഫൺ ടു വാച്ച് ആയിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു സാധനമാണ്. 3, മിഡ്സമ്മർ. എന്ത് സമ്മറെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതിൻ്റെ വിഷ്വൽസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക നമ്മൾ ഏതോ ഫീൽ ഗുഡ് സിനിമ കാണാൻ പോവാന്ന്. ഒന്നാമത്തെ കേസ്, ഇതിൻ്റെ സംവിധായകൻ മൂപ്പര് ചെയ്തിട്ടുള്ള മുമ്പത്തെ സിനിമകളൊക്കെ ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ A24 ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വൈബ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഒരു പകൽ സമയത്തുള്ള ഒരു ഹൊറർ പടം. അപ്പോൾ കുറേ എന്ന് പറയാം, ഇത് ഹൊററോ എന്നൊക്കെ ചോദിച്ച താഴെ വന്ന് പറയാം, ഇത് ഹൊറർ തന്നെയാണ്. ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണ്ടന്മാർ കരുതിയിരിക്കുന്നത് പ്രേതമുള്ളതിനെയാണ് ഹൊറർ എന്ന് പറയാമെന്നാണ്. അതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് റിസർച്ച് നടക്കുക. ഹൊറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോണേഴ്സ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഹൊറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരു കാര്യം ഓക്കെയാണ്, എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അതിനറിയാതെ ന്യായീകരിക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എനിക്കൊരു കാര്യം അറിയില്ല, അത് നോർമലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, അത് നോർമലാണ്. പക്ഷെ അറിയാത്ത കാര്യം ഇതാണ് ശരി എന്ന് പറഞ്ഞ് വാദിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പകൽ സമയം അല്ലെങ്കിൽ വെളിച്ചത്തിൽ ഒരു ഹൊറർ ഫിലിം എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയായിട്ട് കാണാം. ഹൊറർ എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള ഹൊറർ ഉണ്ട്. ബോഡി ഹൊറർ ഉണ്ട്. ബോഡി ഹൊറർ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ പ്രേതം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണോ? അല്ലല്ലോ. അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. പക്ഷെ എന്നാണെങ്കിലും ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിം തന്നെയാണ് മിഡ്സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിത്രം. അടുത്തത് 4-മത്തത് ക്രിസ്റ്റഫർ നോളൻ്റെ ഡൻക്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ക്രിസ്റ്റഫർ നോളൻ അതുവരെ എടുത്ത സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വേറിട്ട ട്രൈ ആയിരുന്നു ഡൻക്രിക്ക്. അതായത് 2ാം ലോക മഹായുദ്ധ സമയം ക്രിസ്റ്റഫർ നോളൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളി മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഡൻക്രിക്ക്. പക്ഷേ പുള്ളി അതെടുത്ത് അതിനെ വേറൊരു ലെവലിലേക്ക് സംഭവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഡൻക്രിക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിയുടെ സിഗ്നേച്ചർ വന്നിട്ടുള്ളൊരു പടമായിരുന്നു. ഏതൊരു കാറ്റഗറിയും ഞാൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുവാണ് പട്ടികളെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഡൻക്രിക്ക് നിങ്ങൾ എന്താണെങ്കിലും കണ്ടുപോകുക. ഒരു വാർ റിലേറ്റഡ് സിനിമകളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സിനിമയാണ്. ഇതിനേക്കാളും മികച്ച ഒരുപാട് വാർ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്, എന്നാൽ പോലും ഡൻക്രിക്ക് ബെസ്റ്റാണ്. അടുത്തതൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ആനിമയാണ് സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമ ആയിരിക്കും. പക്ഷെ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആനിമ ഏതാണെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഈ ആനിമ ഞാൻ ഒരുപാട് വർഷം മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ ഒപ്പമാണ് ഇരുന്ന് കാണുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചിട്ടുള്ള ഒരു ഫാൻറ്റസി ആനിമ കാറ്റഗറി പെടുന്ന ഒരു സാധനമാണ് ഇത്. ലോകത്തിൽ നിർബന്ധമായിട്ടും കാണണമെന്ന് ഇതും പിന്നെ മറ്റൊന്നുമാണ് അധികം ആളുകളും പറയാറ്. ഒരു ആനിമ ലവർ അല്ലെങ്കിൽ പോലും വല്ലപ്പോഴും മാത്രം ആനിമ കാണുന്ന ആളുകൾ വരെ പറയുന്ന ഒരു സാധനം ആ 2 സിനിമകളാണ്. രണ്ടാമത്തെ സിനിമേൻ്റെ ലിസ്റ്റ് നമുക്ക് എന്താണെങ്കിലും അപ്കമിങ് ആയിട്ട് ചെയ്യാം. വല്ലാത്തൊരു ഫീലോടൊക്കെ ഇരുന്ന്
കാണേണ്ട ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ആനിമെ എന്നുള്ള ഒരു കാറ്റഗറി നമ്മൾ ആ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻറ്റസി വേൾഡിലായിപ്പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് കൊണ്ടുവന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ്. എന്താണെങ്കിലും കണ്ടു നോക്കുക, വേറെ ലെവലാണ്. ദ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി. ഞാൻ സത്യത്തിൽ ആ ഒരു അവഞ്ചേഴ്സ് മൊത്തം എൻഡ് ഗെയിമിൽ തീർക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ ഈ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രാഞ്ചൈസി തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാരലൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരു സാധനമായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള സാധനമാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബട്ട് ഞാൻ ഈ ലിസ്റ്റിൽ ഇടുന്നുണ്ട്. കിടിലനാണ്. എന്താണെങ്കിലും ഒന്ന് ഈ ഒരു ഫ്രാഞ്ചൈസി കണ്ടു നോക്കുക. നമ്പർ 7 LA കോൺഫിഡൻഷ്യൽ. ഞാൻ സ്ഥിരമായിട്ട് കണ്ട് ഉറങ്ങുന്ന പാറ്റേൺ ഉള്ളൊരു സിനിമയായിരുന്നു. അതായത് ഫസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഉറക്ക് തൂങ്ങിയിട്ട് അത് മൂഡ് സ്വിങ് പല കാര്യങ്ങളാവുമല്ലോ. നമുക്കൊരു സിനിമ ആദ്യ കാഴ്ച തന്നെ ഇഷ്ടപ്പെടാമെന്നും ഇഷ്ടപ്പെടണ്ടാന്നോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത വർക്ക് ചെയ്യാത്തൊരു സാധനമായിരുന്നു ഇത്. ഞാൻ വീണ്ടും കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് അന്ന് ഇഷ്ടപ്പെടാത്തത് ഏതൊക്കെയോ സിനിമ പോലെ ഉണ്ട് ഇതെന്ന് തോന്നിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീപ്പ് റിസർച്ചും കാര്യങ്ങളും നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ സിനിമയിൽ നിന്ന് എല്ലാവരും കോപ്പി അടിച്ചിട്ടാണ് അതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത്. അതായത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെയൊക്കെ നിങ്ങൾ ഇന്നു കാണുന്ന പല സിനിമകളും ഇവർ അന്ധകാലത്ത് ഇങ്ങനത്തെ ഒരു സാധനം പണി വെച്ചത് കൊണ്ടാണ് അവരൊക്കെ ഈ ട്രീറ്റ്മെന്റ് അതിലെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസ് എ ഫിലിം സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു അഗാധമായിട്ട് ഫിലിംസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫിലിംസ് കാണുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്താണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് സാധനം തന്നെയാണ് LA കോൺഫിഡൻഷ്യൽ. 8ാമത്തെ സിനിമ എൻ്റെ മോന് ഇതാണ്ട പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നില്ല. കാരണം ഇതൊരു സർവൈവലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ എന്തിനെ കണ്ടത്, ഇപ്പം ഞാൻ പറയുന്ന കേട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു വിങ്ങല്, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ദ പിയാനിസ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ദ മാജസ്റ്റർ ബൈ ദ സീ എന്ന് പറയുന്ന സിനിമ പോലെ വളരെയധികം നമ്മളെ ഡിപ്രഷൻ ആക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഭീകരത അത്രയും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ അത്രയും തീവ്രമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും. നമ്മൾ ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധം കൊണ്ട് നമുക്ക് സന്തോഷമല്ല, നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഈ സിനിമ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് പല ഭാഗത്ത് ഇപ്പോഴും യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ കൊല്ലുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പേരിൻ്റെ ബാക്കിൽ ഒരു വാല് വെച്ചിട്ടാണ് ആളുകൾ നമ്മളെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു വലിയൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യുദ്ധം കൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാവില്ല, നഷ്ടമുള്ളൂ. അതാരാണെങ്കിലും, കറുത്തവൻ വെളുത്തവനെ കൊന്നാലും വെളുത്തവൻ കറുത്തവനെ കൊന്നാലും, മുസ്ലിം ഹിന്ദുവിനെ കൊന്നാലും ഹിന്ദു മുസ്ലിമിനെ കൊന്നാലും, ക്രിസ്ത്യാനികളെ കൊന്നാലും ജൂതന്മാരെ കൊന്നാലും നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക. പുതിയൊരു ജനറേഷൻ വളർന്നു വരുന്നുണ്ട്. മക്കളെ, നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മതം, വർഗീയത, ലിംഗഭേദം ഇതിനോടൊക്കെ നോ പറയാം മക്കളെ. നമുക്ക് അതിനെ കൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. അത് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ, നമ്മുടെ സമാധാനം കളയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു അഡ്വൈസ് മാത്രം നിങ്ങൾ കേൾക്കണം. മതം പറയരുത്, മനുഷ്യനായ മതി, വർഗീയത കാണിക്കാതിരിക്കുക, തമാശക്ക് പോലും പറയാതിരിക്കുക. നമ്മളുടെ നൻപനല്ലേ, വേണ്ട, അതവിടെ തീർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോവാം. അമേരിക്കൻ സൈക്കോ എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ഒരു സൈക്കോ, ആ ഒരു സൈക്കോന്റെ കഥ അത് വളരെ ഗംഭീരമായിട്ട് ക്രിസ്ത്യൻ ബേൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് മുമ്പ് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു 2000 ഈ ഒരു സിനിമ റിലീസ് ആവുന്നത് തോന്നുന്നുണ്ട്. ഇന്ന് കണ്ടാലും പുതുമ നഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു നായകൻ തന്നെ വില്ലനായിട്ടുള്ള അത്തരത്തിലുള്ള പാറ്റേൺ ഓഫ് സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനം, അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ബേലിന്റെ ഗംഭീര പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആ ഒരു റീലിൽ കാണുന്ന ആ 2 മിനിറ്റ് ചുണ്ടണക്കലും ഗോഷ്ടി കാട്ടലും മാത്രമല്ല, ചിക്മ അൽപ്പ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എന്താന്നുള്ളത് അവരൊന്നും സൈക്കോസ് ആവുന്നല്ല കേട്ടോ. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്ന ഒരു സിനിമയാണ്. 10ാമത്തെ സിനിമ, എൻ്റെ മോനെ, ഈ ലോകത്ത് ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എ ക്വയറ്റ് പ്ലേസ് എന്ന് പറയുന്ന സിനിമയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു ഭീകരജീവി നിങ്ങളെ വന്ന് കൊല്ലും. നിങ്ങളപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്, ആംഗ്യ ഭാഷയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഇങ്ങനെ വരുന്ന
ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് പ്രസവ വേദന വന്നാലോ അല്ലെങ്കിൽ അവൾ പ്രസവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാലോ, അങ്ങനെയാണ് ഹൊറർ സിനിമകളിൽ തന്നെ ദ ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സിനിമ വളരെയധികം വ്യത്യസ്തമാവുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇത്. വലിയൊരു ആരാധകരുണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ കണ്ടതാണ്. ഈ രണ്ട് സാധനവും ഫസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്, സെക്കൻഡും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. നിങ്ങൾ മാർക്ക് ചെയ്തോ, രാത്രിയൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി ഒരു പേടിപ്പെടുത്തുന്ന ഹൊറർ സിനിമ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിരാശയായിരിക്കും. നേരെ കുറച്ച് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു കിടിലം പടം എന്നുള്ള രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ദ ക്വയറ്റ് പ്ലേസ്. അപ്പോൾ ദാ പാർട്ട് 3, പാർട്ട് 2, പാർട്ട് 1 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മസ്റ്റ് വാച്ച് സിനിമയുടെ കാറ്റഗറിയിൽ. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. പറ്റുന്നതൊക്കെ ഈ 2 സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. നാളെ 10 വീഡിയോ ആയിട്ട് ഉടനെ വരാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ. അത് വീഡിയോ ഒന്ന് പുഷ് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇട്ടാ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ സീ യു, ബൈ.